ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയതിന് പിന്നിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് തുറന്ന് സമ്മതിച്ച ആനുകൂല്യങ്ങൾ മുടങ്ങിയത് വോട്ടർമാരെ സ്വാധീനിച്ചുവെന്നും സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് എന്നും എം.വി. ഗോവിന്ദൻ സമ്മതിച്ചു. തോൽവി വിലയിരുത്താനുള്ള പാർട്ടി നേതൃയോഗങ്ങൾ തുടങ്ങാൻ 2 ദിവസം ബാക്കി നിൽക്കെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾക്ക് പ്രാധാന്യമേറെ. തോറ്റിട്ട് ജയിച്ചു വല്ല കാര്യമുണ്ടോ? ഇല്ല, തോറ്റു. പിള്ള മനസ്സാ, കള്ളമില്ല. മോദിക്കെതിരായ വോട്ടാണ് ജനം UDF-ന് ചെയ്തതെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ സർക്കാരിനെതിരെ വന്ന വിമർശനങ്ങളെ പ്രതിരോധിച്ചത്. എന്നാൽ പെരിന്തൽമണ്ണയിൽ നടന്ന സെമിനാറിൽ M.V. ഗോവിന്ദൻ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. നന്നായി, ഇതുപോലൊരു മണ്ടത്തരം ഇനി ലോകത്തൊരുത്തനും പറ്റാനില്ല. 22 ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന കുടിശ്ശിക പെൻഷൻ നമുക്ക് കൊടുത്തു തീർക്കാനായിട്ടില്ല. വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പൂർണ്ണമായിട്ടായിട്ടില്ല. അധ്യാപകർക്കുള്ള ജീവനക്കാർക്കുള്ള DA പൂർണ്ണമായി കൊടുത്തില്ല. ഓരോരോ ഗഡുവൊക്കെ കൊടുക്കുക. പെൻഷൻകാർക്കുള്ള ഗഡു കൊടുത്തിട്ടില്ല പൂർണ്ണമായിട്ട്. മുഖ്യമന്ത്രിയുടെ ന്യായവാദങ്ങൾ പാർട്ടിയിലുള്ളവർക്കും ദഹിച്ചിട്ടില്ലെന്ന് സ്പഷ്ടം. തീർന്നില്ല, 2ാം പിണറായി സർക്കാർ മുൻഗണന നിശ്ചയിച്ചതിൽ പോരായ്മയുണ്ടായെന്നും CPM സംസ്ഥാന സെക്രട്ടറി പരോക്ഷമായി വിമർശിച്ചു. എല്ലാം മാറണം, മുൻഗണന നിശ്ചയിക്കണം. ഇതിനാണ് ആദ്യം കൊടുത്തു തീർക്കേണ്ടത് എന്ന് കാണണം. ഫലപ്രദമായ രീതിയിൽ ഇടപെടൽ നടത്താൻ നമുക്കാവണം. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. പാർട്ടി തുടർഭരണത്തിനൊപ്പം വന്ന പ്രവണതകളെ പറ്റിയും M.V. ഗോവിന്ദന്റെ മുന്നറിയിപ്പ്. ഇതിന്റെ ഒപ്പം തന്നെ സംഘടനാപരമായ പ്രശ്നമുണ്ട്. 2ാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രവണതകളുണ്ട്. ആ പ്രവണത ഈ മുതലാളിത്ത സമൂഹത്തിൽ അരിച്ചരിച്ച് നമ്മുടെ പാർട്ടി കേഡർമാരിലും നമ്മളിലെല്ലാം തന്നെ ഉണ്ടാവും. അതെല്ലാം പൂർണ്ണമായിട്ട് തൂത്തെറിഞ്ഞുകൊണ്ട് മാത്രമേ ശുദ്ധമായൊരു പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനാവൂ. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. നല്ല തിരുത്തലുകൾ വേണം. CPM-ന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഉള്ളടക്കത്തിൽ ചോർച്ചയുണ്ടായെന്നാണ് BJP-യുടെ വളർച്ച സൂചിപ്പിക്കുന്നതെന്നും M.V. ഗോവിന്ദൻ തുറന്നു പറഞ്ഞു. BJP-യുടെ വളർച്ചയ്ക്ക് എപ്പോഴും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന CPM-ൽ നിന്ന് ഇതാദ്യമായാണ് ഈ സമ്മതം. അടിപൊളിയാട്ടോ. CPI സംസ്ഥാന സെക്രട്ടറിയും ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന് പറയാൻ മടിച്ചില്ല. സംസ്ഥാന ഗവൺമെന്റിനെ പറ്റി ജനങ്ങൾക്കുള്ള ഒരു അഭിപ്രായം കൂടി പറയാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്.